ഡിവൈൻലി ഏബിൾഡ് എന്ന് ഞാൻ പറയുന്ന സ്പെഷ്യലി ഏബിൾഡ്, ഇത് യൂഫമിസമാണ്. അതുപോലാണ് പ്രജാദൈവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ജനതയാണ് ഞാൻ പറയുന്നത്. എന്തേ നിങ്ങൾക്ക് എന്നെ തകർക്കാൻ ഇങ്ങനെയുള്ള ചില സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കിയേ മതിയാവൂ എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി നിങ്ങളുടെ ജേർണലിസം അല്ല, നിങ്ങളുടെ മലീമസമായ ജേർണലിസ്റ്റിക് ചിന്താഗതിയാണ്. ആ ചിന്താഗതിയൊന്നും വിഴുങ്ങാൻ ജനങ്ങൾ ബാധ്യസ്ഥരല്ല, അവർക്ക് യാതൊരു ബാധ്യതയുമില്ല. ജേർണലിസത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സത്യം എന്താണോ അത് എത്തിച്ചു കൊടുക്കുക. ഇതിനപ്പുറവും ഇപ്പുറവും ജേർണലിസത്തിന് ഒരു വരിയില്ല, ഉത്തരവാദിത്വമില്ല. യു ഹാവ് നോ റൈറ്റ് ടു ഡിഫ്ലക്ട്, ഡിസ്റ്റോർട്ട്. അത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇംപ്ലിക്കേഷനാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 വർഷത്തെ ജനങ്ങൾക്ക് സത്യം ജയിക്കാൻ ഉള്ള ഹാൻഡിലായി മാറണമെങ്കിൽ നിങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്ത് 5 വർഷം അവർക്ക് ശാപം പതിച്ചു കൊടുക്കാനുള്ള ഒരു വഴി നിങ്ങൾ തെളിയിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ മധുവിന് ഞാൻ മാറിത്തരാം. യു ക്യാൻ കം. ഞാനെന്ന് പറയുന്ന വ്യക്തി വളരെ ഓപ്പൺ പുസ്തകമാണ്. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ ശത്രുക്കളോട് പോലും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ സത്യത്തെ ദ്രോഹിക്കാൻ വന്നാൽ, ഇപ്പൊ മധു തന്നെ എന്നെ ഒന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിഴിഞ്ഞം സമരത്തെ സംബന്ധിച്ച്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങിന് പോലും പ്രധാനമന്ത്രി വന്നതുകൊണ്ട്, അത് പ്രോട്ടോകോളിന്റെ ഓർഡർ ആയതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേജിലുണ്ടായിരുന്നത്, ഇല്ലെങ്കിൽ വിളിക്കുകയില്ല. പക്ഷെ വിഴിഞ്ഞം സാധ്യമായത് എങ്ങനെ എന്ന് ഒരു കാലത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു പുസ്തകം എഴുതുമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പേരുകളിലൊന്ന് എന്റേതായിരിക്കും. അതിന് മറുപടി ഇവിടെ ഇരിക്കുന്ന ശ്രീ രഘുചന്ദ്രൻ നായർക്ക് 2 മിനിറ്റ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറയണം. 96 മുതൽ ഇതിനു വേണ്ടി സമരം ചെയ്യുന്ന ആളാണ്. ഏതൊക്കെ കാലഘട്ടമാണത്? ലീഡർ ശ്രീ കരുണാകരൻ ഒഴിച്ച് പിന്നെ വന്ന എല്ലാ മന്ത്രിസഭകളും ബിഡിങ്ങിന് ആൾക്കാരെ കൊണ്ടുവന്നു. നയനാർ സഖാവ് കൊണ്ടുവന്നാൽ, അച്യുതാനന്ദൻ സഖാവ് കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ കോൺഗ്രസുകാർ പറയും ഇല്ല, അത് ചൈനയാണ്, കൊടുക്കാൻ ഒക്കത്തില്ല, ബിഡിങ് ക്യാൻസൽഡ്, വിഴിഞ്ഞം നമുക്ക് നഷ്ടപ്പെട്ടു. മറിച്ച് കോൺഗ്രസ് കൊണ്ടുവന്നാൽ അപ്പൊ തന്നെ സഖാക്കന്മാരെല്ലാം കൂടെ പറയും അത് പാകിസ്ഥാനാണ്, നടക്കില്ല. ഇത് സത്യമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഐ എം എൻഗേജിങ് ഇൻ ജേർണലിസം. ഐ എം ജസ്റ്റ് ടിക്കിംഗ് യുവർ മെമ്മറി. യു ഹാവ് എ മെമ്മറി പാക്ക്. കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഉണ്ടാവണം, അല്ലേ? സ്മരണ വേണം, സ്മരണ. ഞാൻ തന്നെ പറഞ്ഞ ഡയലോഗാണ്. ഓർമ്മയുണ്ടോ? മുഖം മാറ്റിവെക്കൂ. ഇത് കേരളത്തിൽ നടന്ന ചില നിശ്ചയങ്ങളും ദുർനിശ്ചയങ്ങളുമാണ്. അങ്ങനെ വന്ന് അവിടുത്തെ 4 പാരിഷുകളുടെ നേതാക്കന്മാർ, കത്തനാരന്മാർ എന്നെ ഒരു സമരത്തിന് തെരഞ്ഞെടുത്തെങ്കിൽ അന്ന് ഞാൻ BJP-കാരനല്ല. 2015 ജനുവരി 14-ാം തീയതിയാണ് മധു ഇവിടെ സൂചിപ്പിച്ച സംഭവം. ഞാൻ എന്തുകൊണ്ട് കൃത്യമായിട്ട് ആ ഡേറ്റ് ഓർക്കുന്നു? എന്നെ ഒരു വർഗീയവാദിയാക്കി മാതൃഭൂമി ചാനൽ തുടങ്ങി വെച്ച് മറ്റെല്ലാ ചാനലുകളും ഒരു വർഗീയവാദിയാക്കിയ ദിവസമാണെന്ന്. എന്തുകൊണ്ടാണ്? 2014 മാർച്ച് 5-ന് ഞാൻ എന്റെ നേതാവിനെ കണ്ടെത്തി ഗുജറാത്തിൽ പോയി. അദ്ദേഹം 1.5 വർഷക്കാലം പോലീസിനെ അയച്ചിട്ട് പോലും പോയില്ല. അവസാനം ഞാൻ വഴങ്ങുന്ന ചില വ്യക്തികളുണ്ട് കേരളത്തിൽ, അവരെ അയച്ച് അപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയി കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ്സിൽ ആദ്യത്തേത്, അങ്ങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതി തരണം, തന്നാൽ ഞാൻ
എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ അത് നികേഷ് എടുത്ത് TV ചാനലിൽ കൊടുത്തെങ്കിൽ ഞാൻ കേരള ജനതയ്ക്ക് വേണ്ടി ഒരു ഭരണത്തിന് അടിമയായി എന്ന് പറയുന്നത് എനിക്ക് പെരുമയാണ്, എനിക്ക് അഭിമാനമാണ്. അതിനെ ഏത് തരത്തിലാണ് ജേർണലിസ്റ്റിക് ആംഗ്ലിംഗ്, ഡിഫ്ലക്ഷൻ, ഏത് തരത്തിലാണ് അതിനെ വകമാറ്റി ചെലവാക്കിയത്? അത് ആരുടെ നേട്ടത്തിന്, ആരുടെയൊക്കെ രാഷ്ട്രീയ കുടില തന്ത്രങ്ങൾക്കാണ് അത് വഴിതെളിച്ചു വിട്ടത്? ഇതുപോലെ തന്നെയാണ് പപ്പടം പൊട്ടിച്ചു വെച്ചത്. ആ പപ്പടം മുഴുവൻ ഞാൻ കഴിച്ചു. ചേട്ടാ, ഒരു പരിപ്പൊഴിച്ചു, ഇനി സാമ്പാർ വരും. വലിയ പപ്പടം തിരുവിതാംകൂറിൽ മാത്രമാണ് കിട്ടുന്നത്. ആ പപ്പടത്തിൽ നിന്ന് ഒടിച്ചു വെച്ച് അതവിടെ ഞാൻ വെച്ചു. ഇല മടക്കുമ്പോ അതിനകത്ത് ബാക്കി പപ്പടമില്ല. പിന്നെ ആരാ ഈ എഴുതിയവനും വളച്ചൊടിച്ചവനുമാണോ ഒന്ന് അത് തിന്നത്? ഇനി പപ്പടം എടുത്തു വെച്ചയാള് ഗ്ലൗസ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതേ ആള് തന്നെയാണ് ഉപ്പേരിയും ശർക്കര വരട്ടിയും വെച്ചത്. അത് മുഴുവൻ ഞാൻ ആദ്യം കഴിക്കും